ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളുടെ വീഡിയോ കുറച്ചധികം ഗ്യാപ്പിന് ശേഷമാണ് പുതിയൊരു വീഡിയോ വരുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയായി പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇന്ന് നമുക്ക് കണമ്പ് വെച്ച് നല്ലൊരു പാൽ കറി ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയാണ്. നല്ല പാലപ്പത്തിനെ കൂടിയും നല്ല കുത്തരി ചോറിനെ കൂടിയൊക്കെ നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളിവിടെ ഫോർട്ട് കൊച്ചിയിലെ നമ്മുടെ ചൈനീസ് നെറ്റ് ഉണ്ടല്ലോ, ചീനവല എന്ന് പറയില്ലേ, ഞങ്ങൾ അവിടെ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വലിക്കണ ആ വലയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത്. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സംസാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഞാനിവിടെ നല്ലൊരു വലിയൊരു സവാളയും 3-4 പച്ചമുളകും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. സവാള തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞും ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ച് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തും പച്ചമുളക് നെടുകയൊന്ന് കീറിയെടുത്തിട്ടുണ്ട്. ഇനി വിനാഗിരിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തേങ്ങയുടെ 1/4 പാലും 2/4 പാലും എടുത്തിട്ടുണ്ട്. നമ്മൾ 1/4 പാൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൻ്റെ അതിൽ 240 ml ഒരു കപ്പിൽ ഫസ്റ്റ് പാൽ ഞാൻ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2/4 പാലും സെപ്പറേറ്റ് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2/4 പാൽ നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടും. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ് നീട്ടി അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4 പാലും റെഡി ആയിട്ടുണ്ട്, 2/4 പാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മീൻ കറിക്ക് എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. അതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് 3-4 പച്ചമുളകും നെടുകെ കീറിയതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ആ ഇഞ്ചിയുടെ ആ ഒരു പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഒരല്പം ഉപ്പും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായി വാടി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തിരിക്കുന്ന മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. കശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂണും അതുപോലെ സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ കറിയാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇട്ട ഒരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സവാള ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളി ഇതേപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ. ഒരെണ്ണം ഞാൻ 4 ആക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കി കുഴഞ്ഞു പോകും. അവസാനം നമുക്കത് കടിക്കാനൊക്കെ കിട്ടും. നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തക്കാളി എപ്പോഴും ഒരു 4 പീസായിട്ട് തന്നെ നെടുകെ കട്ട് ചെയ്തിട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് അതും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി ഒരുപാട് ഇട്ട് നമുക്ക് ഇളക്കി കുഴച്ചൊന്നും കളയണ്ട. ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. നോക്കി ഇതേപോലെ നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയുടെ ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നോക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്നും പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കുമ്പോഴത്തേക്കും ആ ഒരേപോലെ തന്നെ മുളക് പൊടിയും മസാലപ്പൊടികളൊക്കെ എല്ലാം സോട്ടായി കിട്ടിക്കോളും. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് വിനാഗിരി ഇട്ട തേങ്ങാപ്പാലിട്ട ഈ മീൻകറി കഴിക്കാൻ വേണ്ടി തന്നെ. ഇത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2/4 പാലാണ്. 2/4 പാലിലാണ് ഈ മസാലകളൊക്കെ അതുപോലെ ആ മീനും ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ 2/4 പാലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അത് നന്നായിട്ടൊന്ന് തിളച്ച് പാകത്തിന് വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീനും കൂടി ചേർത്ത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ മീനിട്ടതിന് ശേഷം തവി ഉപയോഗിച്ച് ഇളക്കി അത് പൊടിച്ച് കളയരുത്. ഇതേപോലെ ഒരു തുണിയോ ടവലോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി വേണം യോജിപ്പിച്ച് കൊടുക്കാൻ. മീൻ ഒരുവിധം കുക്കായതിന് ശേഷം മാത്രമേ തവി ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ തേങ്ങാപ്പാലും വിനാഗിരിയും ടൊമാറ്റോയും ഒക്കെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നോക്കി നല്ല രീതിയിൽ തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, 1/4 പാൽ ചേർത്തതിന് ശേഷം അപ്പം തന്നെ സ്റ്റവ് ഓഫ് ആക്കണം. കാരണം ഈ കറിച്ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് ചൂട് അധികം നിലനിൽക്കും.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചൂടിൽ ബാക്കിയുള്ളത് കുക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നടന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം വീണ്ടും കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ തേങ്ങാപ്പാൽ പൊട്ടിപ്പോയി ആ കറിയുടെ ഭംഗി തന്നെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ആ സമയത്ത് തന്നെ സ്റ്റവ് അങ്ങോട്ട് ഓഫാക്കി വെക്കുക. അവസാനം നമുക്ക് നല്ല നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാൽക്കറി, കണമ്പ് പാൽക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. നല്ല കുത്തരി ചോറിനോടൊപ്പവും അതുപോലെ വെള്ളയപ്പത്തിന് കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ മറന്നു പോവാതെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നോക്കി ഒരു തരി പോലും പൊടിഞ്ഞു പോയിട്ടില്ല നമ്മുടെ മീൻ. അത് ഞാൻ പറഞ്ഞില്ല, തവി കൊണ്ട് നമ്മൾ ഇളക്കാത്തത് കൊണ്ടാണ് നമുക്ക് മീൻ ഒട്ടും തന്നെ പൊടിയാതെ കിട്ടിയത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.